ഈ അരിത്തമെറ്റിക് പ്രോബ്ലംസ് വരുമ്പം കാൻഡിഡേറ്റ്സ് ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്നതും ഇച്ചിരി പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഏരിയയാണ് ബോട്ടാൻ സ്ട്രീം എന്ന് പറയുന്നത്. അതിനൊരു റീസൺ ഉണ്ട്, അതിന് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കത് ഓർത്തിരിക്കാനും കൺഫ്യൂസ് ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി ഒരു ഷോർട്ട് കട്ട് ട്രിക്കിൽ എങ്ങനെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. USD മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ ആദ്യം ഷോർട്ട് കട്ട് അല്ലാതെ ഈക്വേഷൻസ് ഒക്കെ എങ്ങനെ വന്നു, ശരിക്കും ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ, ഈ ബോട്ടാൻ സ്ട്രീമിൻ്റെ ഒരു ഐഡിയ ആണ് ആദ്യം വീഡിയോയിൽ പറയുന്നത്. അതിന് ശേഷം ഷോർട്ട് കട്ടിലേക്ക് കിടക്കാം. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം ആദ്യമായിട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുമ്പം ആദ്യം നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അതിന് ശേഷം ഷോർട്ട് കട്ടിലേക്ക് പോകാവുള്ളൂ. ഈ ബോട്ടാൻ സ്ട്രീമിലെ നമുക്ക് 3 കേസസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടർ കേസ്, സെക്കൻഡ് എലോങ് ദ സ്ട്രീം, അതായത് സ്ട്രീമിൻ്റെ കൂടെ ഡൗൺ സ്ട്രീം എന്ന് പറയും. പിന്നെ എഗെയിൻസ്റ്റ് ദ സ്ട്രീം, സ്ട്രീമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് അപ്വേർഡ് ഡയറക്ഷൻ, അപ് സ്ട്രീം. അങ്ങനെ 3 കേസസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് കേസ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അതായത് ഈ ബോട്ട് സ്റ്റിൽ വാട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ സ്പീഡായിരിക്കും. അതായത് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് ആ ബോട്ടിൻ്റെ ആക്ച്വൽ സ്പീഡായിരിക്കും. ഈ ബോട്ടിൻ്റെ സ്പീഡിനെ നമ്മൾ B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. km/h ആവാം, m/s ആവാം. അടുത്ത കേസ് എന്ന് പറയുന്നത്, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എലോങ് ദ സ്ട്രീം, അതായത് ഡൗൺ സ്ട്രീം സ്പീഡ്. സ്ട്രീം എങ്ങോട്ടാണോ പോകുന്നത് അതേ സെയിം ഡയറക്ഷനിൽ നമ്മുടെ ബോട്ട് അല്ലെങ്കിൽ മാൻ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മാൻ സ്വിം ചെയ്യുന്ന കാര്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ബോട്ട് മൂവ് ചെയ്യുന്ന കാര്യമായിരിക്കും പറയുന്നത്. അപ്പം ആ സ്ട്രീമിൻ്റെ അതേ ഡയറക്ഷനിൽ പോകുവാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ സ്പീഡും പിന്നെ ഈ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡും ഈ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ സ്ട്രീം, അതായത് സ്ട്രീം, ഇപ്പം ഈ കേസിൽ സ്ട്രീം താഴേക്ക് പോവുകയാണ്, താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ബോട്ട് അല്ലെങ്കിൽ ആ മാൻ എന്ന് പറയുന്ന ആൾ ഫ്രണ്ടിലേക്ക്, അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എഗെയിൻസ്റ്റ് ദ സ്ട്രീം പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും ഈ സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതാണ്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഈ ബോട്ടിൻ്റെ സ്പീഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സ്ട്രീമിൻ്റെ സ്പീഡായിരിക്കും. അപ്പം ഇവിടെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും അവിടുത്തെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 3 കേസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്പീഡ് ഓഫ് ദ ബോട്ട്, അതിന് നമ്മൾ B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡൗൺ സ്ട്രീം സ്പീഡിനെ നമ്മൾ D എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, D. അടുത്തത് അപ്സ്ട്രീം സ്പീഡ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ സ്റ്റിൽ വാട്ടറിലെ ബോട്ടിൻ്റെ സ്പീഡ് സ്റ്റിൽ വാട്ടറിലെ ബോട്ടിൻ്റെ സ്പീഡിനെ നമ്മൾ B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ സ്റ്റിൽ വാട്ടറിലെ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് B = D + U/2, ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് ഡിവിഷൻ ബൈ 2. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദ സ്ട്രീം കണ്ടുപിടിക്കുന്നത് ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവിഷൻ ബൈ 2, km/h ആവാം അല്ലെങ്കിൽ m/s ആവാം. ഇനി നമ്മൾ USD മെത്തേഡിലേക്ക് കിടക്കുക. USD മെത്തേഡ് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ, ഈ ബോട്ടാൻ സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പം ആദ്യം തന്നെ USD എന്ന് എഴുതി വയ്ക്കുക. അപ്സ്ട്രീം സ്പീഡ്, പിന്നെ ഡൗൺ സ്ട്രീം സ്പീഡ്. ഇത് സ്റ്റിൽ വാട്ടറിൻ്റെയാണ്, ഇത് സ്റ്റിൽ വാട്ടർ സ്പീഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിൻ്റെ സ്ട്രീം എഴുതാം, ഇവിടെ നമുക്ക് സ്ട്രീമിൻ്റെ സ്പീഡ് എഴുതാം. അതായത് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ദ സ്ട്രീം, ആ സ്ട്രീമിൻ്റെ സ്പീഡ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം, മറന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും ഈ സ്ട്രീമിൻ്റെ സ്പീഡ് മൈനസ് ചെയ്യുന്നതാണ്, അതായത് B - S. ഇവിടെ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. ഡൗൺ സ്ട്രീം സ്പീഡ് ആണെങ്കിലോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, അതായത് B + S എന്ന് വരും.
ഇനി ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിലോ ഇത് സെൻറ്ററിലുള്ള സംഭവമല്ലേ. അപ്പോൾ ഇത് സെൻറ്ററിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും ആഡ് ചെയ്തിട്ട് അതിനെ ഡിവിഷൻ ബൈ 2 ചെയ്യുന്നതാണ്. അതായത് d+u/2 അങ്ങനെ ഓർത്താൽ മതി. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവിഷൻ ബൈ 2 ചെയ്യുന്നതാണ് ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നത് ഡൗൺ സ്ട്രീം സ്പീഡിൽ നിന്നും അപ്സ്ട്രീം സ്പീഡ് കുറച്ചിട്ട് അതിനെ ഡിവിഷൻ ബൈ 2 ചെയ്യുന്നതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഡൗൺ സ്ട്രീം സ്പീഡ് ആദ്യം വന്നത്? കാരണം ഡൗൺ സ്ട്രീം സ്പീഡാണ് അപ്സ്ട്രീം സ്പീഡിനേക്കാളും കൂടുതൽ. നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ അറിയാലോ. കാരണം ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ താഴേക്ക് വരുന്നു, ബോട്ടിൻ്റെ സ്ട്രീമും അവിടെയുണ്ട്, സ്ട്രീമിൻ്റെ സ്പീഡും അവിടെയുണ്ട്. പക്ഷേ അപ്സ്ട്രീം സ്പീഡ് വരുമ്പം നേരെ ഓപ്പോസിറ്റാണ്, ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴേക്കുക. അപ്പോൾ ബോട്ടിൻ്റെ സ്ട്രീമിൽ നിന്നും സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്താ അപ്സ്ട്രീം സ്പീഡ് വരിക. അതുകൊണ്ടാണ് അപ്സ്ട്രീം സ്പീഡ് ചെറുത്. അപ്പം ഇനി നോക്കുക, എന്തെങ്കിലും നമുക്ക് ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം USD എന്ന് എഴുതുക. അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കുന്നത് നമുക്കിവിടെ ഈ ബിയും ഈ എസ്സും ഈ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും ഈ സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുക. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സെൻറ്ററിലുള്ളതാണ്. അപ്പം ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ബോട്ടിൻ്റെ സ്പീഡ്. സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവിഷൻ ചെയ്യുന്നതായിരിക്കും സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് എത്ര, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് എത്ര ഇതൊക്കെ തന്നിട്ട് ചോദിക്കുവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. അപ്പം ഇവിടെ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര, b+s ഇൻറ്റു ടൈം ആയിരിക്കും നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ അപ്സ്ട്രീമും സെയിം തന്നെ. അപ്സ്ട്രീം ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് b-s, അപ്പോൾ b-s ഇൻറ്റു ടൈം ആയിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ കേസിലും വരിക. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ അതിനകത്ത് ഇവിടെ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും ആണേ ഉള്ളൂ. സ്പീഡ് 4 സ്പീഡ്സ് വരും. അപ്സ്ട്രീം സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്, ബോട്ടിൻ്റെ സ്പീഡ്, സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ്. ഇനി അടുത്തൊരു പാർട്ടിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്യാം. അത് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അന്നേരം നമ്മൾ ഈ USD എഴുതി ഇവിടെ b-s എഴുതി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് മൈൻഡിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.